മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലം താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. RSP കൊല്ലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. ജില്ലാ സെക്രട്ടറി KS വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നടത്തിയ മാർച്ച് താലൂക്ക് ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. RSP ജില്ലാ സെക്രട്ടറി KS വേണുഗോപാൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഭരണം അഴിമതി നിറഞ്ഞതാണെന്നും ഭരണകക്ഷി MLA അൻവർ തന്നെ പുറത്തു പറയുകയാണെന്ന് KS വേണുഗോപാൽ പറഞ്ഞു. BJP CPM ധാരണയുടെ ഭാഗമായി 2 സീറ്റിൽ CPM വോട്ടുമാറി ചെയ്തതായും തിരുവനന്തപുരത്ത് അത് ഫലം കണ്ടില്ലെങ്കിലും തൃശൂരിൽ ഗുണമുണ്ടായതായും വേണുഗോപാൽ പറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPയും CPMുമായി ഒരു ധാരണയുണ്ടാക്കി. കേരളത്തിൽ 2 സീറ്റ് 2 പാർലമെന്റ് സീറ്റ് ഏതൊക്കെയാണ്? ഒന്ന് തിരുവനന്തപുരം സീറ്റും ഒന്ന് തൃശൂർ. തിരുവനന്തപുരത്തെ രക്ഷപ്പെടാൻ BJPക്ക് കഴിഞ്ഞില്ല. എന്നാൽ തട്ടത്തൊരു താലത്തിൽ വെച്ച് CPMന്റെ നേതാക്കന്മാർ ഈ മുഖ്യമന്ത്രി ഒരു പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചു. അത് സുരേഷ് ഗോപിക്ക് ജയിക്കുന്നതിനാവശ്യമായ സഹായ സഹകരണങ്ങൾ. BJPയുടെ വോട്ടുകൾ മറ്റ് നിയോജക മണ്ഡലത്തിലെ വോട്ടുകൾ പരമാവധി LDF ഒരു സീറ്റും ബാക്കി ജയിച്ചില്ല. ആകെ ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത്. 18 സീറ്റ് UDF. ഈ ഭരണം എങ്ങനെയിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അതിന്റെ ടെസ്റ്റ് കേസായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ചിന്നക്കടയിൽ നിന്നും ആരംഭിച്ച മാർച്ചാണ് താലൂക്ക് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞത്. RSP കേന്ദ്ര കമ്മിറ്റി അംഗം P പ്രകാശ് ബാബുവ അധ്യക്ഷനായിരുന്നു. R സുനിൽ, TK സുൽഫി, കുരിപ്പുഴ മോഹനൻ, കൈപ്പുഴ റാംമോഹൻ, MS ഗോപകുമാർ, R അജിത് കുമാർ, അജിത് അനന്തകൃഷ്ണൻ, ബിജു R നായർ, ഞാറക്കൽ സുനിൽ, KG ഗിരീഷ്, സദു പള്ളിത്തോട്ടം, K ഗോപിനാഥൻ, സതീഷ് കുമാർ, ലീലാമ്മ, സുശീല, ശ്രീദേവി, N സുരേഷ് ബാബു, ഉണ്ണികൃഷ്ണപിള്ള എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.